ഷൈബു മഠത്തിൽ നേരത്തെ ജിൻഡോ ഉയർത്തിയ ഒരു വിമർശനമുണ്ട്. അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസ് നിങ്ങളുടെ തന്നെ പുസ്തകത്തിൽ നിന്നൊരു താള് ചീന്തിയെടുത്ത് മറുപടി നൽകി എന്ന് കരുതിയാൽ പോരെ. കോൺഗ്രസിനെ ദുർബലമാക്കാൻ ഗുജറാത്തിൽ പോയി മത്സരിക്കുന്നു, കോൺഗ്രസിന്റെ പരാജയം ഉറപ്പാക്കുന്നു, ഗോവയിൽ മറ്റ് പലയിടങ്ങളിൽ. അപ്പോൾ ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടിയായി വളരണം എങ്കിൽ കോൺഗ്രസിനെ ദുർബലമാക്കണം, കോൺഗ്രസിനെ വീക്കൻ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അത് അനുവദിച്ചു കൊടുക്കാം, ഞങ്ങൾ ഇതിനൊക്കെ നിന്ന് തരാം എന്ന് പറഞ്ഞ് ത്യാഗികളാവേണ്ട കാര്യം കോൺഗ്രസിനില്ലല്ലോ. ഒറ്റ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട്. വളരെ ആഘാതമുണ്ടാക്കുന്ന ഒരു വാർത്ത തങ്ങളെ സംബന്ധിച്ച്. മനീഷ് സിസോദിയ ജംഗ്പുരയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പറഞ്ഞോളൂ. നോക്കൂ അഭിലാഷൻ, നമ്മൾ ഈ BJPയുടെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എത്ര ശതമാനം നമുക്ക് കോൺഗ്രസിന് കൊടുക്കാൻ പറ്റും ജെന്യുവനായിട്ട് നമ്മൾ നോക്കും. അതായത് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കഴിഞ്ഞ ഇലക്ഷനിൽ 4 സംതിങ് ആയിരുന്നു. അതിന് മുന്നത്തെ ഇലക്ഷനിൽ 2015 ഇലക്ഷനിൽ 10% മേലെയായിരുന്നു. ഒരിക്കലും കോൺഗ്രസ് 10% ടച്ച് ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിലുള്ള മലയാളി ജേർണലിസ്റ്റുകളിൽ പലരുമായും സംസാരിച്ചിരുന്നു അവിടുത്തെ പ്രോഗ്രസ്സിനെ കുറിച്ച്. അപ്പോൾ പൊതുവേ ഉണ്ടായ അഭിപ്രായം, ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന വോട്ട് അതൊരു 5 മുതൽ 8% വരെയാണ്, പരമാവധി 10% വരെ. ആ വോട്ട് കോൺഗ്രസിനാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടുകയില്ല. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് BJPക്ക് കാര്യമായിട്ട് വോട്ട് കൂടുകയില്ല. പക്ഷേ BJPയിലേക്കാണ് പോകുന്നതെങ്കിൽ BJPക്ക് അത്രയും സീറ്റ് കൂടുതൽ കിട്ടുകയും അവർ വിജയിക്കുകയും ചെയ്യും എന്നായിരുന്നു അതാണ് ഇനി ശരിയായ ഒരു അസസ്മെൻറ്റ്. ഇവിടെ സംഭവിച്ചത് തീർച്ചയായും കോൺഗ്രസ് വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ ചെറിയൊരു നമ്പറിലാണ്. അപ്പോൾ എനിക്ക് കോൺഗ്രസിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ അവർക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ വാല്യൂ കൊടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ തീർച്ചയായിട്ടും ജിൻഡോ ജോൺ അദ്ദേഹമൊക്കെ വളരെ സന്തോഷത്തിലാണ്. നോക്കൂ, BJP വിജയിച്ചു കഴിഞ്ഞപ്പോൾ, ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ BJPയേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസ് അവിടെ വളരെ അടിത്തറയുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു. കോൺഗ്രസിനെ തകർത്ത് ഇല്ലാതാക്കിയത് 4% എത്തിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിൽ അവർ സന്തോഷിക്കും. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിൽ അവർ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കോൺഗ്രസ് അവിടെ ഷൈബു മഠത്തിൽ നമ്മൾ ജംഗ്പുരയുടെ ഫൈനൽ റിസൾട്ട് നമ്പേഴ്സ് ലഭ്യമായിട്ടില്ല. പക്ഷേ ജംഗ്പുരയിൽ ഇവിടെ തോൽവി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനീഷ് സിസോദിയ പരാജയപ്പെട്ടിരിക്കുന്നു. അതെ, 48 സീറ്റ് BJP 50ലേക്ക് എത്തുകയാണ്. നമ്മൾ അതിൽ കാണേണ്ടത് മനീഷ് സിസോദിയക്ക് അവിടെ പരാജയം 2000-ൽ താഴെ വോട്ടുകൾക്ക് സംഭവിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അവിടെ 7000-ന് മുകളിലാണ്. ഫർഹാദ് സൂരി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 7000 വോട്ട് പിടിക്കുമ്പോൾ മനീഷ് സിസോദിയ 2000 വോട്ടിന് തോക്കുന്നു. അദ്ദേഹം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങളിലൊക്കെ സാമാന്യമായി നിലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കോൺഗ്രസിന്റെ ഒരു സ്പോയിലർ വരുന്നതോടുകൂടി നിങ്ങൾക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് തെറ്റായി പോയി എന്ന് പരിതപിക്കാനുള്ള അവസരം അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിലും മനീഷ് സിസോദിയയുടെ പരാജയത്തിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ആപ്പിനായിരുന്നുവെങ്കിൽ ഈ 2 പരാജയങ്ങളും ഒഴിവാകുമായിരുന്നു. അല്ല, ഒരു അഭിലാഷ പറഞ്ഞ നിരീക്ഷണം ശരിയാണ്. ഇപ്പം പ്രത്യേകിച്ച് മനീഷ് സിസോദിയയുടെ മണ്ഡലത്തിൽ ആ നിരീക്ഷണം ശരിയാണ്. അത് നമ്മളൊരു പ്രിൻസിപ്പൽ ബേസിസിൽ നമുക്കങ്ങനെ പറയാം. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഈ പരാജയം ഉണ്ടാവില്ലായിരുന്നു. ഈ 2 വോട്ട് ഷെയറും കൂടെ കൂട്ടിക്കിട്ടിയാൽ BJPയെ മറികടക്കാൻ സാധിച്ചേനെ. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ പ്രായോഗികമായി ഡൽഹിയിലെ രാഷ്ട്രീയം വെച്ച് നോക്കിയാൽ എൻ്റെ ചോദ്യം ഇതാണ്. നേരത്തെ ഞാൻ ചോദിച്ചത്, അതിന് തടസ്സമായി നിന്നത് ആം ആദ്മി പാർട്ടിയാണോ കോൺഗ്രസ് ആണോ? കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ? കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്കറിയാലോ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നെഗോഷിയേഷൻസിനൊക്കെ ശേഷം ഒരു സഖ്യമുണ്ടായി. പക്ഷേ 5 വർഷം മുൻപുള്ള 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിന് അവസാന നിമിഷം വരെ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. താങ്കൾക്ക് അഭിലാഷിന് അറിയാവുന്ന ഓർമ്മയുള്ളൊരു കാര്യം ഞാൻ പറയാം. ശ്രീ CR നീലകണ്ഠനെ ആം ആദ്മി പാർട്ടി 2019 പുറത്താക്കി. എന്തിനായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ? കേരളത്തിൽ UDF ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അതെന്തുകൊണ്ടാണ് അതുകൊണ്ട് പുറത്താക്കാൻ കാരണം, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. അതുകൊണ്ടാണ് അതേ സമയത്ത് കേരളത്തിൽ പിന്തുണ നൽകിയത് കൊണ്ടാണ് ശ്രീ CR സാറിനെതിരെ നടപടിയെടുത്തത്. അപ്പോൾ കോൺഗ്രസ് ഉടന്തടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് ആണ് ഇവിടെ സഖ്യമുണ്ടാക്കുന്നതിന് ഒന്നാമതായി തടസ്സമായി നിന്നത് ആം ആദ്മി പാർട്ടി അല്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിലുടനീളം ഈ അക്കങ്ങൾ മാറുകയാണ്. 48 സീറ്റുകളിലാണ് നിലവിൽ ലീഡ് എടുക്കുന്നത്. ചെറിയ മാർജിനിൽ മുന്നിട്ട് നിന്ന സീറ്റുകളെല്ലാം തന്നെ BJPക്ക് അടിയറവ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇനിയിപ്പോ ഈ പറയുന്ന 1000-നടുത്തെങ്കിലും മാർജിനുള്ള
1000-ന് മുകളിലെങ്കിലും മാർജിനിലുള്ള ഒരു ഒറ്റ കാര്യം കൂടി മധു, അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം ഉറപ്പായിരിക്കും. 1800 അധികം വോട്ട് 1844 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്.